എന്ന് പറയാൻ അർത്ഥം എന്താണ്? ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി എണ്ണ സമ്പത്ത് കൈവശപ്പെടുത്താനുള്ള ജോർജ് ബുഷാണ് ഈ അന്നത്തെ ഭരണാധികാരി. ജോർജ് ബുഷിന് ഈ എണ്ണ കമ്പനികളിൽ, അമേരിക്കയിലെ വലിയ എണ്ണ കമ്പനികളിൽ ഷെയറുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ലോബിയുമായിട്ട് വളരെയധികം ബന്ധപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് അവസ്ഥയിൽ ഈ ഇറാഖിൽ ആക്രമണം നടത്തിയത്. മറ്റൊരു ഇറാഖാക്കാൻ 2003 അമേരിക്ക ഇറാഖിൽ ആക്രമണം നടത്തിയതുപോലെ വെനസ്വേലയെ 2025 ആക്രമിച്ചുകൊണ്ട് വെനസ്വേലൻ എണ്ണയെയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയും ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയ വ്യവസ്ഥയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ, പ്രത്യേകിച്ച് ഭരണകൂടം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറയണം. അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള മാർക്കോ റൂബിയോയുടെ പേര് പറയണം. മാർക്കോ റൂബിയോയുടെ പ്രത്യേകമായിട്ടുള്ള അജണ്ടയാണിത്. കാരണം മാർക്കോ റൂബിയോ ക്യൂബയിൽ നിന്നും കുടിയേറിയ, ക്യൂബക്കാരനാണ് ബേസിക്കലി അവരുടെ കുടുംബം. ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഈ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ശത്രുത സുപ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമാണ്. അതുകൊണ്ട് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും ക്യൂബയെ ഇല്ലാതാക്കണമെങ്കിൽ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കണം. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കി കഴിഞ്ഞാൽ ഈ ക്യൂബ ഉൾപ്പെടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുക്ക പരിധിയിലാക്കാൻ കഴിയുമെന്നുള്ള ചിന്തയുടെ ഫലമായിട്ടാണ് ഈ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്.